ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഷാലിനി ശ്യാമയ്ക്കരികിലേക്ക് എത്തിയാൽ മാത്രമേ ശ്യാമയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാറ്റമുണ്ടാകൂ എന്നുള്ള ധനി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് സത്യഭാമ ദേഷ്യത്തോടെ രോഹിത്തിനോട് പറഞ്ഞു. രോഹിത്, നീ എന്തായാലും ഡോക്ടറുടെ ഫീസ് കൊടുത്ത് വേഗം പറഞ്ഞയക്ക്. അത് കേട്ടതും ധനി ഡോക്ടർ ആകെ വല്ലാതെ ആകുമ്പോൾ വീണ്ടും സത്യഭാമയെ നോക്കി രോഹിത്ത് സത്യാമ്മയെ എന്ന് വിളിച്ചു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, രോഹിത്തെ, ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ, വേഗം ഡോക്ടറുടെ ഫീസ് കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് രോഹിത്തിനോട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോകാന് സത്യഭാമ നിർബന്ധപൂർവ്വം പറയുന്നു. സത്യഭാമ പറഞ്ഞത് കേട്ട് രോഹിത്ത് ഡോക്ടറുമായി അവിടെ നിന്ന് പോകുന്ന നേരത്ത് ശ്യാമയുടെ ഈ കണ്ടീഷനിൽ സത്യാമ്മയ്ക്ക് ഇങ്ങനെയൊരു വാശി ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ വിഷമമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അതിനെക്കുറിച്ച് ഓർത്ത് എല്ലാവരും സങ്കടപ്പെടുന്നു. അതിനുശേഷം സത്യഭാമ ഇങ്ങനെയൊരു കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലായ രോഹിത് ശ്യാമയെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിക്കുന്നു. ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ രോഹിത് റൂമിലേക്ക് എത്തിയതും ശ്യാമയോട് ഫുഡ് കഴിക്കാനായി രോഹിത് ആവശ്യപ്പെട്ടു. അപ്പോഴും രോഹിത്തിനോട് ശ്യാമ ഒരു വാക്ക് മാത്രമാണ് പറയുന്നത്, കുഞ്ഞേച്ചി. അത് കേട്ടതും രോഹിത് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. താനീ ഭക്ഷണമെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്യാമ അതിനായി വാ പോലും തുറക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ ഒരേ വാശി എന്നോണം അവിടെ കിടന്നു. അപ്പോഴാണ് പൊന്നി അരികിലേക്ക് എത്തിയത്. മോനെ രോഹിത്തെ, താഴെ പപ്പിമോള് വല്ലാത്ത ബഹളമാണ്. ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്യാമയെ കാണാത്തതിന്റെ പേരിൽ വല്ലാത്ത ബഹളം വെക്കുന്നു. ഓരോന്ന് പറഞ്ഞ് മോളെ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ടും മോൾ അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്തായാലും രോഹിത് മോൻ ഒന്ന് വന്നേ, ഒന്ന് സമാധാനപ്പെടുത്തി മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുപോവാ. എപ്പോഴും ഇനി അമ്മയെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. എപ്പോഴാണേലും കാര്യങ്ങൾ മോൾ അറിയേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തി മോളെ കൂട്ടിക്കൊണ്ടുപോവാ രോഹിത് എന്ന് പൊന്നി രോഹിത്തിനോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും രോഹിത് പറഞ്ഞു, ശരി പൊന്നി, ഞാൻ വരാം എന്ന് പറഞ്ഞതും രോഹിത്തിന്റെ കയ്യിലിരുന്ന ആ പാത്രത്തിലെ കഞ്ഞി വാങ്ങിച്ച് ശ്യാമയ്ക്ക് കൊടുക്കാനായി പൊന്നി തയ്യാറായി. ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പൊന്നി ശ്രമിക്കുന്നതിനിടയിൽ താഴെ നിന്ന് സത്യഭാമ പൊന്നി എന്ന് ഉറക്കെ വിളിച്ചു. ആ വിളി കേട്ടതും പൊന്നി ദാ വരുന്ന സത്യാമ്മ എന്ന് പറഞ്ഞ് ആ ഭക്ഷണം ആ ടേബിളിലേക്ക് വെച്ചിട്ട് പൊന്നി വേഗം പോകുന്നു. ഈ സമയത്ത് ശ്യാമ ആകെ നിരാശയോടെ ആ വീട്ടിൽ തന്നെ കിടന്നു. അല്പസമയത്തിന് ശേഷം രോഹിത്തിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരികയാണ് പപ്പി. വേണ്ട, ഞാൻ എന്നോടൊന്നും പറയണ്ട, എനിക്ക് അമ്മയെ കാണണം, അമ്മ എവിടെ എന്ന് ചോദിച്ച് ബഹളം വയ്ക്കുന്ന പപ്പിയെ സമാധാനപ്പെടുത്തി രോഹിത് പറഞ്ഞു, അമ്മയെ കാണിക്കാം, പക്ഷെ മോള് വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് രോഹിത് പപ്പിമോളുമായി നേരെ ശ്യാമയുടെ റൂമിലേക്ക് എത്തി. ശ്യാമയുടെ അരികിലേക്ക് എത്തിയ പപ്പിയും അമ്മേ അമ്മേ എന്ന് വന്ന് ശ്യാമയുടെ അരികിൽ വന്ന് വിളിച്ചിട്ടും ശ്യാമ ഒന്നും മിണ്ടാതെ, ഒന്ന് പപ്പിയെ ഒന്ന് സ്നേഹപൂർവ്വം മോളെ എന്ന് പോലും വിളിക്കാതെ ആ എല്ലാ സങ്കടങ്ങളും മനസ്സിലടക്കി വെച്ചുകൊണ്ട് ശ്യാം അങ്ങനെ തന്നെ കിടന്നു. ഈ കാഴ്ച കണ്ടതോടെ വീണ്ടും പപ്പി വിളിച്ചു, അമ്മ എഴുന്നേക്ക്, എന്നോട് എന്തെങ്കിലും പറ. അച്ഛാ, എന്താ അമ്മയ്ക്ക് പറ്റിയത്, അമ്മ എന്തെങ്കിലും കിടക്കുന്നത് എന്നെല്ലാം പപ്പി സങ്കടത്തോടെ ചോദിച്ചു. അത് കണ്ട ഉടനെ രോഹിത് പറഞ്ഞു, മോളെ അമ്മ എഴുന്നേക്കും, മോളോട് സംസാരിക്കും, ഇപ്പൊ മോള് ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞ് രോഹിത് പപ്പി മോളെ സമാധാനപ്പെടുത്താൻ നോക്കി. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, എന്താ അച്ഛാ, അമ്മ എന്താ എന്നോട് മിണ്ടാത്തത് എന്ന് ചോദിച്ചതും, അമ്മ മിണ്ടും മോളെ, കുറച്ചു ദിവസം കഴിയും അമ്മ എഴുന്നേൽക്കാനും മിണ്ടാനും ഒക്കെ എന്ന് രോഹിത് പറയുന്നത് കേട്ട് പപ്പി പെട്ടെന്ന് ആലോചിച്ചു. താൻ ട്യൂഷന് പോകുന്നതിന് മുമ്പ് ശ്യാമയോട് പറഞ്ഞിട്ട് പോയ കാര്യം എന്താണ് എന്ന് പപ്പി ഓർത്തെടുത്തു. താൻ ഇനി അമ്മയോട് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പപ്പി പോയതെന്നുള്ള കാര്യം പപ്പി ഓർത്തതും ഉടനെ രോഹിത്തിനോട് പപ്പി പറഞ്ഞു, അച്ഛാ, ഞാൻ അമ്മയോട് പിണങ്ങിയാ ഇന്ന് ട്യൂഷന് പോയത്, അതുകൊണ്ട് അമ്മ എന്നോട് പിണക്കമാണോ എന്ന് രോഹിത്തിനോട് വിഷമത്തോടെ പപ്പിമോള് അന്വേഷിച്ചു. അത് കേട്ടതും പപ്പിയോട് രോഹിത് പറഞ്ഞു, ഇല്ല മോളെ, മോളോട് അമ്മയ്ക്ക് പിണങ്ങാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയെ സമാധാനപ്പെടുത്തി. അപ്പോഴാണ് പപ്പിയുടെ ചോദ്യം കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ രോഹിത് ഇരിക്കുമ്പോ വീണ്ടും പപ്പിമോള്, എനിക്ക് അമ്മ എണീറ്റമ്മേ, എണീക്ക്, എന്നോട് വാ, വന്ന് കളിക്കാൻ വാ അമ്മേ, എന്നോട് വർത്താനം പറയാമേ എന്നെല്ലാം പറഞ്ഞ് പപ്പി ബഹളമുണ്ടാക്കിയത്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, മോള് വഴക്കുണ്ടാക്കല്ലേ, അമ്മ എഴുന്നേറ്റ് വരും, മോള് സമാധാനത്തോടെ ഇപ്പൊ താഴേക്ക് പോ എന്ന് പറഞ്ഞ് പപ്പിയോട് പൊയ്ക്കോളാനായി രോഹിത് അറിയിച്ചു. പപ്പി ആകെ വിഷമത്തോടെ, അച്ഛാ, അമ്മ എന്താ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ വീണ്ടും പപ്പി അന്വേഷിച്ചു. പപ്പിയുടെ ചോദ്യത്തിന് രോഹിത് പപ്പിയെ സമാധാനപ്പെടുത്തും വിധം മറുപടി നൽകി. ആ സമയം രോഹിത്തിന്റെ ചോദ്യം കേട്ട് രോഹിത് പപ്പിമോളുടെ ചോദ്യം കേട്ട് ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് കണ്ട് ശ്യാമയുടെ മനസ്സ് വല്ലാതെ പിടയുന്നു. ശ്യാമ ആകെ സങ്കടത്തോടെ അതെല്ലാം കേട്ടങ്ങനെ ഇരുന്നു. അപ്പോഴാണ് പപ്പിമോളോട് താഴേക്ക് വരാനായിട്ട്
സത്യാമ്മയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മുന്നിലേക്ക് പോകാൻ പപ്പി മോള് വല്ലാതെ വിഷമിച്ചു. പപ്പി രോഹിത്തിനോട് ചോദിച്ചു, അച്ഛാ അമ്മ ഇനി എഴുന്നേൽക്കില്ലേ? അമ്മ വർത്താനം ഒന്നും പറയില്ലേ? അമ്മ ഇനി എന്നാ എഴുന്നേറ്റ് വന്ന് എന്നോട് സംസാരിക്കുക? എന്നെ എന്നാ മോളെ നമ്മ വിളിക്കുക എന്നൊക്കെ പപ്പി ചോദിച്ചത് കേട്ട് രോഹിത്ത് പറഞ്ഞു, അങ്ങനെയൊക്കെ വിളിക്കും മോളെ, കുറച്ചു ദിവസം കഴിയും. അമ്മയ്ക്ക് ചികിത്സ ചെയ്യുകയാണ്. നമ്മളാരും പറഞ്ഞാൽ അമ്മയ്ക്ക് എഴുന്നേറ്റ് വരാനാവില്ല. അതിന് വേറൊരാള് വരണം. അത് കേട്ടതും പപ്പി ചോദിച്ചു, ആരാ അച്ഛാ? ആരാ ഇനി വരേണ്ടത് എന്ന് അന്വേഷിച്ചതും പപ്പിയോട് രോഹിത്ത് പറഞ്ഞു, അത് അത് മോളുടെ അമ്മയുടെ ചേച്ചി. ആ ചേച്ചി വന്നാലേ ഇതെല്ലാം പരിഹരിക്കപ്പെടൂ എന്ന് അറിയിച്ചു. എന്നാ പിന്നെ അമ്മയുടെ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നോ അച്ഛാ എന്ന് പപ്പി വീണ്ടും വളരെ പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ രോഹിത്ത് പറഞ്ഞു, അതിന് സത്യാമ്മയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ മോളെ. സത്യാമ്മ അതിന് സമ്മതിക്കില്ല എന്ന് രോഹിത്ത് അറിയിക്കുമ്പോൾ പപ്പി ചോദിച്ചു, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അച്ഛാ. അപ്പോഴേക്കും രോഹിത്ത് ചോദിച്ചു, എവിടേക്ക് എവിടേക്ക് പോകുന്ന കാര്യ എന്ന് അന്വേഷിച്ചിട്ടും പപ്പി പറഞ്ഞു, അമ്മയുടെ ചേച്ചി ഉള്ളിടത്തേക്ക് നമുക്ക് പോയാലോ? നമുക്കങ്ങോട്ട് പോകാം അമ്മയും കൂട്ടി എന്ന് പപ്പി അന്വേഷിച്ചിട്ടും പപ്പി എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ ആ റൂമിലേക്ക് എത്തി. പപ്പി ഞെട്ടലോടെ നോക്കുമ്പോ സത്യഭാമ അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, കുഞ്ഞു വായിലെ വലിയ വർത്തമാനം വേണ്ട എന്ന് രോഹിത്തിന്റെ മുന്നിൽ വെച്ച് സത്യഭാമ ശ്യാമയെ പപ്പി മോളോട് ദേഷ്യപ്പെട്ടു. രോഹിത്ത് സത്യാമ്മയെ മോള് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോ രോഹിത്തിനെ നോക്കി സത്യഭാമ പറഞ്ഞു, രോഹിത്തെ, കുട്ടികൾ നിൽക്കേണ്ടതായ സ്ഥാനത്ത് നിൽക്കണം. അവരെ തലയിൽ കയറാനായിട്ട് അനുവദിക്കരുത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒരു കാരണവശാലും പപ്പിയുടെ നാവിൽ നിന്ന് ഇനി വരരുത്. പപ്പി നീ താഴേക്ക് പോ എന്ന് പറഞ്ഞ് പപ്പിയുടെ അവിടെ നിന്ന് പോകാനായി സത്യഭാമ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും പപ്പിയാകെ സങ്കടത്തോടെ താഴേക്കിറങ്ങി പോകുമ്പോൾ രോഹിത്തും ശ്യാമയുടെ അരികിൽ അങ്ങനെ വിഷമത്തോടെ നിന്നു. സത്യാമ്മ ശ്യാമയ്ക്കരികിലേക്ക് എത്തി ശ്യാമയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് അങ്ങനെ കയ്യിലൊന്ന് അമർത്തി അങ്ങനെ തന്റെ കൈ ചേർത്ത് വെക്കുമ്പോൾ ശ്യാമ എല്ലാം വേദന ഉള്ളിലടക്കി അങ്ങനെ കിടന്നു. പിന്നീട് ഹാളിലിരിക്കുന്ന രാഘവൻ നായർ അരികിലേക്ക് രമണൻ പിള്ള എത്തി. സാറേ, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് സാറിനൊന്നും തോന്നരുത് എന്ന് രമണൻ പിള്ളയുടെ വാക്കുകൾ കേട്ട് രാഘവൻ നായർ പറഞ്ഞു, ആദ്യം താൻ കാര്യം പറയടോ പിള്ളേ എന്നറിയിച്ചു. അപ്പോഴേക്കും പിള്ളാച്ചൻ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല രാഘവ സാറേ, ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ എന്തൊക്കെയാ സാറേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് പപ്പി ആകെ പരിഭവത്തോടെ നേരെ സിറ്റിയിലേക്ക് വന്നിരുന്നത്. ഉടനെ രമണൻ പിള്ള രാഘവൻ നായരോട് പറഞ്ഞു, ഈ വീട്ടിൽ ഓരോ തവണ ഓരോരോ അനർത്ഥങ്ങളല്ലേ ഉണ്ടാവുന്നത്. ഇപ്പൊ തന്നെ ശ്യാമക്കുഞ്ഞിന്റെ അവസ്ഥ കണ്ടില്ലേ സാറേ? ഇതിനു മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരിക്കുന്നു. സത്യത്തിൽ ഇതിനൊക്കെ ഈ കുടുംബത്തിന്റെ ദോഷങ്ങൾ തന്നെയാണ്. സത്യാമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഉണ്ടാകുന്ന ദോഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ രാഘവൻ സാറേ എന്നറിയിച്ചതും രാഘവൻ നായർ ചോദിച്ചു, എന്താ എന്താ പിള്ളേ താൻ ഈ പറഞ്ഞു വരുന്നത് എന്നന്വേഷിച്ചതും പിള്ളാച്ചൻ പറഞ്ഞു, അത് വേറൊന്നുമല്ല രാഘവൻ സാറേ, ഞാൻ പറഞ്ഞല്ലോ ശ്യാമ മോൾക്ക് ചേച്ചിയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്. ഈ വീട്ടിലാണെങ്കിൽ ആർക്കാ സമാധാനം ഉള്ളത്? ഇവിടെ എല്ലാവരും ആകെ തകർന്ന മനസ്സുമായി നടക്കുകയല്ലേ. വിഷ്ണു കുഞ്ഞിന്റെ അവസ്ഥ അങ്ങനെ. അതുപോലെ തന്നെയല്ലേ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പോംവഴിയുള്ളൂ. മഹാലക്ഷ്മിയെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയി. തിരികെ വന്നെങ്കിലും ആ മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ സത്യാമ്മ തയ്യാറാകുന്നില്ല. സത്യാമ്മ മഹാലക്ഷ്മിയെ തിരിച്ചറിയാതെ പോവുകയാണ്. അതാണ് സത്യം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൂജാരി അങ്ങ് നിൽക്കുമ്പോ രാഘവൻ നായർ ഉടനെ പിള്ളാച്ചനോട് പറഞ്ഞു, പിള്ളേ, താൻ ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോ ഞാൻ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് രാഘവൻ നായർ അന്വേഷിച്ചതും പിള്ളാച്ചൻ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല സാറേ, ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഭഗവാനോടും അമ്മനോടും മാപ്പിരക്കണം. അതായത് ഈ വീടിന്റെ ഓരോ മുറികളിലും ഓരോ സുമംഗലികളുടെ കണ്ണുനീര് തളം കെട്ടി നിൽക്കുകയാണ്. അതിനു പുറമെ സത്യാമ്മ നടത്തുന്ന ന്യായങ്ങളിൽ നിരപരാധികളായ പലർക്കും ഇതുപോലെയുള്ള അനീതികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം ശാപം വന്ന് തറയ്ക്കുന്നത് ഈ വീടിന്റെ മേലിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് രോഹിത്ത് അറിയിച്ചു. ഞാൻ പറയുന്നതെന്ന് പിള്ളാച്ചൻ പറയുന്നു. അത് കേട്ടതും ഉടനെ രാഘവൻ ചോദിച്ചു, അല്ല, താനെന്താ പിള്ള പറഞ്ഞു വരുന്നത്? ഞാനൊന്ന് കാര്യം വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞതും പിള്ളാച്ചൻ പറഞ്ഞു, അതെ, അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ഇതിന് അമ്മനോട്, അതായത് ഭദ്രകാളി അമ്മയോട് കുറ്റങ്ങൾ ഏറ്റു പറയണം. അങ്ങനെ അമ്മയുടെ മുന്നിൽ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് സ്വയം അമ്മയ്ക്ക് മുന്നിൽ എല്ലാ പ്രശ്നങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ
കുടം ആ ഭിക്ഷയുമായിട്ട് വേഗം ചെല്ലുകയാണെങ്കിൽ വഴിനീളം നടന്ന് ഭിക്ഷയാചിക്കണം. അതും കീറ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ പോയി ഭിക്ഷയാചിക്കണം. എന്നാൽ മാത്രമേ ശ്യാമമോളുടെ ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. കാരണം ഇത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന് ശ്യാമയെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതിന് അത് മാത്രമേ പോംവഴിയുള്ളൂ എന്ന് രമണപിള്ള അറിയിച്ചു. മുമ്പ് ഇതുപോലെ തന്നെ ഒരവസ്ഥയിൽ മറ്റൊരാൾ ഇവിടെ കിടന്നത് രാഘവൻ സാറിന് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായർ തന്റെ പേരക്കുട്ടിയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതുപോലെ നടന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനുമൊക്കെ എന്താണ് അവർ തമ്മിൽ പറയുന്നതെന്ന് അറിയാനായി പപ്പിമോള് കാതോർത്തുന്നു. അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞത്, എടോ പിള്ളേ, തന്റെ കുട്ടിക്കാലം, കന്യാകുമാരിയിലുള്ള തന്റെ കുട്ടിക്കാലം താൻ മറന്നുപോയിട്ടില്ല അല്ലെ എന്ന് ചോദിച്ചതും ഉടനെ പിള്ളാച്ചൻ പറഞ്ഞു, അതല്ല സാറേ, ഞാൻ പറഞ്ഞത് കാര്യമാണ്. അമ്മനെന്ന് പറഞ്ഞ ഭദ്രകാളി ദേവിയാണ്. ആ ഭദ്രകാളി അമ്മയുടെ മുന്നിൽ ചെന്ന് അമ്മയോട് തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. എനിക്കതിൽ വിശ്വാസമാണ് എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് പപ്പി ഇതെല്ലാം കേട്ടുകൊണ്ട് എടോ, ശ്യാമയ്ക്ക് ഇവിടെ ചികിത്സയുണ്ട്, അതിനുള്ള മരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്യാമയുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അത് മാത്രം മതി. ഇത്തരം വഴിപാടും മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ താൻ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സുകൂടി ടെൻഷനാക്കി. സത്യത്തിൽ ഇതുപോലുള്ള ടെൻഷനാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇത് കണ്ടതോടെ പിള്ളാച്ചൻ പറഞ്ഞു, സാറേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് എന്ന് പറയണം. ഒന്നും ആലോചിക്കാനല്ലടോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോയി. ഇതെല്ലാം കേട്ടിരുന്ന പപ്പിമോള് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. അപ്പോഴാണ് രാഘവൻ നായർ മനസ്സിൽ പറഞ്ഞത്, പ്രീതിക്കുഞ്ഞ് എത്ര നാളീ കിടപ്പ് കിടന്നതായിരുന്നു, അതുപോലെ ഇനി എത്ര നാള് ശ്യാമക്കുഞ്ഞിന് കിടക്കേണ്ടി വരും. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകണ്ടേ എന്ന് കരുതി എത്രയും പെട്ടെന്ന് ശ്യാമക്കുഞ്ഞ് ആ പഴയ അവസ്ഥയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ അതെല്ലാം പറഞ്ഞത്. എന്തായാലും അത് കേൾക്കാനും അതനുസരിക്കാനും ഉള്ള ഭാഗ്യവും യോഗവും ഇവിടെ ഇല്ല. അതിനും ഒരു വിധി വേണ്ടേ എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ വാക്കുകൾക്ക് മറുപടി നൽകും വണ്ണം അങ്ങനെ പിള്ളാച്ചൻ ഒരു ദീർഘനിശ്വാസം വിട്ട് ആശങ്കപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പപ്പിമോൾ അവിടെ തന്നെ ഇരുന്നു. പപ്പിമോള് താൻ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നറിഞ്ഞതോടെ ഇനിയും കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പിള്ളാച്ചൻ മറ്റൊന്നും പറയാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് പപ്പിമോൾ ആലോചിച്ചു, അപ്പോ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി തെറ്റുകൾ ഏറ്റു പറഞ്ഞ് ഭിക്ഷയെടുക്കണം, ഞാൻ ഭിക്ഷയെടുത്തോളാം എന്ന് പപ്പിമോള് മനസ്സിൽ തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ പപ്പിമോള് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. സ്കൂളിൽ പോയ പപ്പിമോള് ക്ഷേത്രത്തിലെത്തി ദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മ പഴയതുപോലെ എൻ്റെ അടുത്തേക്ക് ഓടി വരണം. എൻ്റെ അമ്മ എന്നെ മോളെ എന്ന് വിളിക്കണം. ആ വിളി കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എത്രയും വേഗം എൻ്റെ അമ്മയ്ക്ക് ഭേദമാകണേ എന്ന് പപ്പിമോൾ പ്രാർത്ഥിച്ചു. ഞാൻ എത്ര വേണമെങ്കിലും ഭിക്ഷയെടുത്ത് വരാം അമ്മേ. എനിക്കെൻ്റെ അമ്മ ആ പഴയ അവസ്ഥയിൽ വേണം. അമ്മ ഉടനെ തന്നെ എഴുന്നേറ്റ് വരണം എന്നെല്ലാം പ്രാർത്ഥിച്ച് പപ്പിമോള് ദേവിയുടെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നു. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം പപ്പിമോള് ഭിക്ഷയാചിക്കാനായി വഴിയിലേക്ക് ഇറങ്ങി. കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചു വേണം ഭിക്ഷയാചിക്കാൻ പോകണമെന്ന് പറഞ്ഞ പിള്ളേച്ചേട്ടന്റെ വാക്കുകൾ ഓർത്ത് പപ്പിമോള് തനിക്ക് കിട്ടിയ ഒരു കീറി പറഞ്ഞ കോട്ട് തന്റെ യൂണിഫോമിന്റെ മേളിലേക്ക് എടുത്തിടുന്നു. എന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ പപ്പിമോള് അവിടെ എല്ലായിടത്തും ഭിക്ഷ യോജിച്ച് നടക്കുന്നു. കുറെ ആളുകൾ പപ്പിമോൾക്ക് ഭിക്ഷ നൽകി. അതിനുശേഷം പപ്പിമോൾ അതുമായി വേഗം ചെന്നത് ഒരു ഓട്ടോക്കാരന് മുന്നിലായിരുന്നു. അയാള് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് മറ്റേതോ സ്ത്രീയുമായി അങ്ങനെ കുശല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പപ്പിമോളുടെ ഇപ്പോഴത്തെ ആവശ്യം എത്രയും വേഗം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും എല്ലാവരും ഇനിയെങ്കിലും സമാധാനത്തോടെ കഴിയണമെന്ന ആഗ്രഹത്തിൽ വേഗം തന്നെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തേലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്നതായിരുന്നു പപ്പിമോളുടെ ആഗ്രഹം. അതുകൊണ്ട് പപ്പിമോള് ആ വഴി നീളെ ഓരോ ആളുകളുടെ മുന്നിൽ ചെന്ന് ഭിക്ഷയാചിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ കയ്യിലുള്ളത് അനുസരിച്ച് അവർ ഓരോരുത്തരും ഭിക്ഷ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം പപ്പിമോള് വന്നെത്തിയത് ആ ഓട്ടോ ഡ്രൈവറുടെ മുന്നിലേക്കാണ്. അയാൾക്ക് നേരെ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ച് പപ്പിയെ കൈ നീട്ടിയിട്ടും അയാള് പോശയെന്ന് പറഞ്ഞ് പപ്പിയെ പറഞ്ഞയക്കാൻ നോക്കി. പപ്പി എപ്പോഴും വീണ്ടും അയാളെ തോണ്ടി വിളിക്കാനായി ശ്രമിച്ചു. ഇത് കണ്ടു നിന്ന് അയാൾ ദേഷ്യത്തോടെ പപ്പിമോളെ തള്ളിയിരുന്നു. പപ്പിമോളുടെ കയ്യിലുണ്ടായിരുന്ന
ആ പ്ലേറ്റും അതിലുണ്ടായിരുന്ന പണവുമെല്ലാം നിലത്തേക്ക് തെറിച്ചു വീഴുകയും പപ്പിമോൾ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുകയും ചെയ്യുന്ന കണ്ടുകൊണ്ട് അതുവഴി സരോജ മെമ്പർ എത്തി. സരോജ മെമ്പർ ആ കാഴ്ച കണ്ടതും പപ്പിമോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കു മോളെ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന ആ ഓട്ടോക്കാരന് നേരെ ദേഷ്യപ്പെട്ടു. എന്താടോ, എന്താ താൻ ഇങ്ങനെ കൊച്ചുകുട്ടിയോട് ഇതുപോലെ പെരുമാറിയത്? ഈ കുട്ടി എന്താ നിന്റെ എന്തെങ്കിലും കട്ടോണ്ട് പോയോ എന്നൊക്കെ ദേഷ്യത്തോടെ സരോജ മെമ്പർ ചോദിക്കുമ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, അത് പിന്നെ മെമ്പറെ, ഈ കൊച്ചു വന്ന് എൻ്റെ കയ്യെ വന്ന് തട്ടി വിളിക്കുകയായിരുന്നു, അതുകൊണ്ടാ ഞാൻ ദേഷ്യപ്പെട്ടത്, അല്ലാതെ വേറൊന്നും അല്ല ഡോക്ടറെ എന്ന് പറയുന്നത് കേട്ടതും ഉടനെ തന്നെ അത് കേട്ട അയാളുടെ വാക്കുകൾ കേട്ട് സരോജം പറഞ്ഞു, അതെ, താനിപ്പോ പറഞ്ഞല്ലോ കൊച്ചു വന്ന് കൈ നീട്ടിയെന്ന്. കൊച്ചിന്റെ ആരോ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെയാ കൈ നീട്ടുന്നതെന്ന്. എന്നാൽ ഒരു കാര്യം നിന്നോട് ഞാൻ പറയട്ടെ, ഇപ്പോ അങ്ങനെ ആ കുട്ടി കൈ നീട്ടിയെങ്കിൽ ഓരോ കാര്യത്തിനായി ഭാര്യയുടെ ചികിത്സാ ചെലവ്, കുട്ടികളുടെ പഠന ചെലവ് എന്നെല്ലാം പറഞ്ഞ് ഓരോ തവണ ഓരോ നിവേദനങ്ങളുമായിട്ട് എൻ്റെ മുന്നിലും ഇവിടുത്തെ ഓഫീസുകളിലും കയറി ഇറങ്ങാറില്ലേ താൻ എന്ന് ചോദിച്ചിട്ടും, അത് പിന്നെ മേഡം അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. സരോജം ആ ഡ്രൈവറിന് നേരെ ദേഷ്യപ്പെടുന്നു. ഇനി മേലാൽ കുട്ടികളോട് ഈ രീതിയിൽ നീ പെരുമാറുന്നത് കണ്ടാൽ ഇങ്ങനെയായിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. വേഗം സ്റ്റാൻഡിൽ നിന്ന് പോടാ നീ എന്ന് പറഞ്ഞ് ഓട്ടോ എടുത്തുകൊണ്ട് പോകാൻ ആ ഡ്രൈവറോട് അറിയിച്ചു. അയാൾ വേഗം തന്നെ തൻ്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോയി. ഈ സമയത്തിനിടയിൽ പപ്പിമോള് നിലത്ത് വീണ ആ ചില്ലറ തൊട്ടുകൾ തൻ്റെ പ്ലേറ്റിലേക്ക് പെറുക്കിയിട്ടു. അത് കണ്ട വേഗം തന്നെ സരോജൻ ചോദിച്ചു, അല്ല കുഞ്ഞ് എവിടുത്തെയാ? മോളെ ഇവിടെയൊക്കെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു, ഞാൻ പിച്ചை എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. അത് കേട്ടതും സരോജൻ ചോദിച്ചു, അല്ല മോള് എവിടുത്തെയാ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ആ കുട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സിന് ഉള്ളിലായിട്ട് ഒരു സ്കൂൾ യൂണിഫോം ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും സരോജൻ വേഗം ആ കോട്ട് ഊരി മാറ്റിയിട്ട് അതിനുള്ളിലെ ആ യൂണിഫോം നോക്കി. ഇത് ഏതോ വലിയ സ്കൂളിലെ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് മോളുടെ പേരെന്താ എന്ന് ചോദിച്ചു. പപ്പി പേര് പറയാൻ മടി കാട്ടി നിൽക്കുന്ന നേരത്ത് ആ യൂണിഫോമിൽ കിടന്നിരുന്ന ടാഗിലുള്ള പേരെന്താണെന്ന് സരോജൻ ശ്രദ്ധിച്ചു. SR പത്മിനി എന്ന് എഴുതിയിരിക്കുന്ന പേര് കണ്ടതോടെ സരോജൻ ചോദിച്ചു, അല്ല മോളുടെ പേര് SR പത്മിനി എന്നല്ലേ? അല്ല ഇത് ഈ SR എന്താ എന്ന് ചോദിച്ചതും, അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരാ എന്ന് പപ്പി മറുപടി നൽകി. എന്താ അവരുടെ പേര് എന്ന് ചോദിച്ചതും ശ്യാമ രോഹിത് എന്ന് അറിയിച്ചു. ശ്യാമ രോഹിത്തോ? അപ്പോൾ ഈ പത്മിനി എന്ന് പറയുന്ന പേരോ? അത് എൻ്റെ അച്ഛമ്മയുടെ പേരാ, അച്ഛമ്മ മരിച്ചുപോയി, അച്ഛമ്മയുടെ പേര് പത്മാവതി എന്നായിരുന്നു എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ സരോജത്തിന് പത്മാവതി അമ്മയെ ഓർമ്മ വന്നു. രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് തന്നെ മുന്നിൽ നിന്നിട്ടുള്ള പത്മാവതി അമ്മയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും സഹായത്തിനായി എത്തിയ സരോജം ആ നിമിഷത്തെക്കുറിച്ച് ഓർമ്മിച്ചു. അത് ഓർത്തുകൊണ്ട് സരോജ അങ്ങനെ നിൽക്കുമ്പോൾ പപ്പിമോളെ തന്നെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് സരോജൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ ഞങ്ങളുടെ പത്മാവതി ചേച്ചിയുടെ കുട്ടിയല്ലേ, പേരക്കുട്ടിയല്ലേ എന്ന് ചോദിച്ച് പപ്പിയെ കെട്ടിപ്പിടിച്ച് ആ മുഖത്തും കവിളത്തും എല്ലാം മാറി മാറി ഉമ്മ കൊടുത്തു. അല്ല മോള് പത്മാവതി അമ്മയുടെ കുഞ്ഞാണെങ്കിൽ സത്യാമ്മയുടെ മകളാണല്ലോ, അല്ല മോളെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടും പപ്പി അതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നു. ശ്യാമയ്ക്ക് വീഴ്ചയിലുണ്ടായ ആഘാതത്തെക്കുറിച്ചും അതിന് അമ്മൻ കോവിലിൽ പിച്ചയെടുത്താൽ, ദേവിയോട് പ്രാർത്ഥിച്ച് പിച്ചയെടുത്താൽ അത് ശ്യാമയുടെ ജീവൻ ആപത്തൊന്നും വരുത്താതെ ശ്യാമയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പിള്ളാച്ചൻ്റെ വാക്കുകളെക്കുറിച്ച് പപ്പിമോള് സരോജത്തോട് പറയുന്നു. അത് കേട്ട് സരോജം അങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ പപ്പിമോള് പറഞ്ഞു, ഇത് സത്യാമ്മയോട് പറയല്ലേ, സത്യാമ്മ അറിഞ്ഞാൽ എന്നെ തല്ലി എൻ്റെ തൊലി ഉരിക്കും എന്ന് പപ്പിമോള് സങ്കടപ്പെട്ട് പറയുമ്പോൾ അത് കേട്ട് സരോജം വിഷമത്തോടെ പപ്പിമോളെ നോക്കുന്നു.